അഭിയേട്ടൻ ഒരു മടിയുമില്ലാതെ തുറന്നു പറഞ്ഞു ഇഷ്ടമാണെന്ന്. ലച്ചു ചേച്ചി നാണത്തിന്റെ ചെറിയൊരു മെൻപൊടിയോടെയും. അത് കണ്ടപ്പോൾ ശിവേട്ടൻ വന്നവളെ ചേർത്ത് പിടിച്ചു, ഒരു വല്യേട്ടന്റെ ഭാവത്തോടെ. ജാതകങ്ങൾ തമ്മിൽ കൈമാറി. അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ ഗംഭീരമായി തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും പിരിഞ്ഞു. കല്യാണം ഇങ്ങടുത്തു. രണ്ടു കൂട്ടരും പോയി ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം എടുത്തു. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് താലികെട്ട്. വൈകിട്ട് അഭിയേട്ടന്റെ വീട്ടിൽ ചെറിയൊരു റിസപ്ഷനും. എല്ലാത്തിനും ശിവേട്ടനും അച്ഛന്മാരും എല്ലാം മുന്നിൽ തന്നെയുണ്ട്. കല്യാണത്തോടടുപ്പിച്ച് വീട് മോടി പിടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ശിവേട്ടന്റെ വീട്ടിലേക്ക് താമസം മാറി. എവിടെ നോക്കിയാലും കല്യാണത്തിന്റെ ബഹളം. വീട്ടിൽ ആദ്യമായി നടക്കുന്ന ചടങ്ങല്ലേ, എല്ലാവരുടെ ഉള്ളിലും അതിന്റെ സന്തോഷമുണ്ട്. ഇതിനിടയിലെല്ലാം ഞാൻ മൗനമായി ശിവേട്ടനെ പ്രണയിച്ചു. വീട്ടിൽ പെയിന്റ് പണി നടക്കുവാണ്. ശിവേട്ടന്റെ കൂട്ടുകാരാണ് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞു വന്നാലും അവധി ദിവസങ്ങളിലും ശിവേട്ടനും അവരോടൊപ്പം കൂടും. ക്ഷീണിച്ച് ഉമ്മറത്ത് വന്നിരിക്കുമ്പോൾ മാളൂട്ടിയെ എന്നൊരു വിളിയാ. അത് കേട്ടാലുടനെ കപ്പിൽ തണുത്ത വെള്ളവുമായി ഉമ്മറത്തേക്ക് പായും. ആൾ കുടിച്ചു കഴിയുവോളം നോക്കി നിൽക്കും. കപ്പ് കയ്യിൽ വെച്ച് തരുമ്പോൾ ആൾക്കൊരു കുസൃതി ചിരിയുണ്ട്. കാണാൻ തന്നെ എന്ത് ചേലാണെന്നോ. അതിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാൻ മാത്രം തന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒളിഞ്ഞും തെളിഞ്ഞ് ശിവേട്ടനെ നോക്കുമ്പോൾ വിചാരിക്കുക ആളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി നോക്കും. അപ്പോൾ ഉള്ളിൽ തണുപ്പ് വീഴുന്ന അനുഭൂതിയാണ്. തൻ്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ സച്ചു കളിയാക്കി ചിരിക്കാറുണ്ട്. അത് അതേപോലെ തന്നെ പുച്ഛിച്ച് കളയും. നാളെയാണ് ചേച്ചിയുടെ കല്യാണം. വിവാഹത്തലേന്ന് ആയതുകൊണ്ട് തന്നെ ആളും ബഹളവുമാണ് വീട് നിറയെ. ശിവേട്ടനെ ഇന്നൊന്ന് ശരിക്ക് കാണാൻ പോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ബ്യൂട്ടീഷ്യൻ ചേച്ചി മെഹന്തി ഇടാൻ വിളിച്ചത്. ഒന്നും നോക്കിയില്ല, കൈ നിറച്ചു ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് എങ്ങനെ കഴിക്കുമെന്ന കാര്യം ആലോചിച്ചത്. അമ്മമാരെല്ലാം ഓരോ പണികളിലാണ്. ആരോട് വാരിത്തരാൻ പറയും? സച്ചു ആണെങ്കിൽ നാളത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ പോയിരിക്കുകയാണ്. ആളുകളെല്ലാം ഏറെക്കുറെ പോയിട്ടുണ്ട്. വിശന്നിട്ടാണെങ്കിൽ കുടല് കരിയുന്നുണ്ട്. അടുക്കള വശത്തുള്ള ഒരു തിണ്ണയിൽ പോയിരുന്നു, കയ്യിലെ മെഹന്തി ഉണങ്ങുന്നത് നോക്കിക്കൊണ്ട്. മുന്നിലേക്ക് ഒരു ഉരുള ചോറ് ആരോ നീട്ടിയപ്പോൾ തല ഉയർത്തി നോക്കി. ചോറും നീട്ടി ചിരിയോടെ ഇരിക്കുന്നുണ്ട് ശിവേട്ടൻ. വിശ്വാസം വരാതെ കണ്ണു മിഴിച്ചു നോക്കി. അന്തം വിട്ടിരിക്കാതെ വേഗം കഴിക്കു പെണ്ണേ, പിടിപ്പത് പണിയുണ്ടവിടെ. ശാസനയോടെ അതിലേറെ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല. വേഗം വാ തുറന്നു. ആൾ ശ്രദ്ധയോടെ ഓരോ ഉരുളയും തരുന്നുണ്ട്. ആകെ വിയർപ്പിൽ കുളിച്ചാണ് ഇരിപ്പ്. ഷർട്ടെല്ലാം നനഞ്ഞിട്ടുണ്ട്. മുഖത്ത് ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്. കണ്ടപ്പോൾ ആകെ സങ്കടമായി. ചോറ് മുഴുവനും തന്ന് ശിവേട്ടൻ എഴുന്നേറ്റു. പെട്ടെന്ന് ആ കയ്യിൽ പിടിച്ചു. കയ്യിൽ മെഹന്തിയുള്ള കാര്യമെല്ലാം മറന്നിരുന്നു. ശിവേട്ടൻ കഴിച്ചോ? ആളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു. ശിവേട്ടൻ ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. എന്നിട്ട് തന്നെ എഴുന്നേൽപ്പിച്ച് വായും മുഖവും കഴുകിച്ച് തന്നു. പെട്ടെന്ന് തന്നെ പോയി. ശിവേട്ടൻ പോകുന്നത് നോക്കി നിന്നു. പിന്നീട് കൈകളിലേക്കും. ഒരു കൈയിലെ പകുതിയും മാഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ചെറുതായി നാണം വന്നു. ചിരിച്ചുകൊണ്ടകത്തേക്ക് പോയി. ചേച്ചിയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ കിടന്നിട്ടുണ്ട്. മാളുവും ഒരു പുതപ്പെടുത്തുകൊണ്ട് വന്ന് പുതച്ച് അവളെയും കെട്ടിപ്പിടിച്ച് കൊണ്ട് കിടന്നു. ഇനി നാളെ മുതൽ എപ്പോഴേലും വരുന്ന ഒരു അതിഥി മാത്രമായിരിക്കും ലച്ചു ചേച്ചി, അവൾ ഓർത്തു. മാളു കെട്ടിപ്പിടിച്ചതും ലച്ചു അവളുടെ നേരെ തിരിച്ചും കെട്ടിപ്പിടിച്ചു. ഒരു ചിരിയോടെ ഇരുവരും ഉറക്കത്തിലേക്ക് വീണു. നേരം പുലർച്ചെ തന്നെ അമ്മ വന്ന് 2 പേരെ ഉണർത്തി. അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചു. സച്ചുവിന്റെ കൂടെ ശിവയുടെ കാറിലായിരുന്നു പോയത്. തൊഴുതു വന്നപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയെ ഒരുക്കാൻ. ബ്ലൂ കളറിലുള്ള കാഞ്ചീപുരം പട്ടുസാരിയായിരുന്നു വേഷം. നല്ല ഭംഗിയായി തന്നെ അവർ ലക്ഷ്മിയെ ഒരുക്കി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഗോഷ്ടി കാണിച്ചിരുന്ന മാളുവിനെയും പിടിച്ച് അവർ സിമ്പിളായി ഒരുക്കി കൊടുത്തു. ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ധാവണിയായിരുന്നു അവളുടേത്. ലക്ഷ്മി മുതിർന്നവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോയി. കുറച്ച് ദൂരമുണ്ട് അവിടേക്ക്. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും രുക്കു അമ്മയും ദാസച്ചനും ലച്ചുവും കൂടി സച്ചുവിന്റെ കൂടെ കാറിൽ പോയി. മാളുവിനോട് മറ്റേ വാഹനത്തിൽ വരാൻ പറഞ്ഞു. ആ വാഹനത്തിൽ വല്യമ്മാവനും കുറച്ച് ബന്ധുക്കളും പോയി. മാളു അതിന്റെ കൂടെ പോവാൻ നിന്നപ്പോഴേക്കും വണ്ടി ഫുള്ളായിരുന്നു. അത് കണ്ട് അമ്മാവൻ സച്ചുവിനെ തിരികെ പറഞ്ഞുവിടാ എന്ന് പറഞ്ഞു. അവൾ സച്ചുവിനെ കാത്ത് ഉമ്മറത്ത് വന്നിരുന്നു. വെറുതെ ശിവയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവൻ ധൃതിയിൽ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് മുടി ഒതുക്കിക്കൊണ്ട് വരുന്നുണ്ട്. ബ്ലൂ നിറത്തിലുള്ള ഷർട്ടും സ്വർണ്ണ കസവിന്റെ മുണ്ടുമാണ് വേഷം. അവൾ അവനെയും പിന്നെ സ്വയവും ഒന്ന് നോക്കി നാണത്തോടെ ചിരിച്ചു. ശിവ നേരെ ചെന്ന് ബൈക്ക് എടുത്ത് മാളുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അവളൊന്ന് ഞെട്ടി. കയറ്, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് നിമിഷമെടുത്തു അവൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ. എന്താ? വായും പൊളിച്ച് നിൽക്കാതെ കയറടി, ഉച്ചത്തിലവൻ പറഞ്ഞതും ഞെട്ടിക്കൊണ്ടവൾ വേഗം അവന്റെ പിറകിലിരുന്നു. അവൾ കയറിയെന്ന് കണ്ടതും അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. മാക്സിമം അകലം പാലിച്ചാണ് അവൾ ഇരുന്നത്.
ശിവയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞ് ആദ്യമായിട്ടാണ് അവൾ അവനോടൊപ്പം ബൈക്കിൽ കയറുന്നത്. അതിൻ്റെ ഒരു വെപ്രാളവും അവൾക്കുണ്ടായിരുന്നു. അവനെ ടച്ച് ചെയ്യാതെ തന്നെ ഇരുന്നു. അവളുടെ വെപ്രാളം അവൻ സൈഡ് മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവനൊന്ന് ഊറിച്ചിരിച്ചു. ബൈക്ക് ജംഗ്ഷനിലെത്തിയതും അവൻ അവളുടെ വലത് കൈ എടുത്ത് അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിപ്പിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഞെട്ടൽ.